ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله فاعزين برضا اللهم بعد. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ അധ്യക്ഷവറുകളെ, മറ്റ് ഉസ്താദുമാർ, കാരവന്മാർ, വിദ്യാർത്ഥികൾ, അള്ളാഹു ഈ ഒരുമിച്ച് കൂടി നിന്നെ സോലിഹായ അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ പൊരുത്തത്തിലും ത്വഅത്തിലും സുന്നത്ത് ജമാഅത്തിൻ്റെ ഹിദ്മത്തിലായി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ആരംഭപ്പുവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായത് ലോകത്തിനൊക്കെ കാരുണ്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അതേ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിനൊക്കെ കാരുണ്യമാണ്. എന്നാൽ പ്രിയ നിറഞ്ഞ വിശ്വാസികളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനൊക്കെ മാതൃകയുമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വീണ്ടും പറയുകയാണ്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും അല്ലാഹുവിൻ്റെ തിരുദൂതരിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുമാണ്. അതേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായും കുടുംബനാഥനുമായും നല്ല ഭർത്താവായും പിതാവായും അധ്യാപകനായും നായകനായും ഇങ്ങനെ മനുഷ്യർ ഉപയോഗിക്കുന്ന സർവ്വവിധ മേഖലയിലെയും അവിടെ നിന്ന് ഇതിഹാസം രചിച്ചു. ഏത് മേഖലയിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഒരു മാതൃക നമുക്ക് ദർശിക്കാവുന്നതാണ്. ലോകത്ത് ഒരുപാട് നേതാക്കൾ കഴിഞ്ഞു പോയി. ഗാന്ധിജി, നെഹ്റു, ടോൾസ്റ്റോയ് തുടങ്ങിയ എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പലരെയും നമുക്ക് അവിടെ നിന്ന് കാണുന്നതാണ്. പക്ഷേ അവരെല്ലാം ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് പോരായ്മകൾ കണ്ടെത്തപ്പെട്ടവരാണ്. അവരിൽ ഒന്നും ഉദാത്തമായ മാതൃക നമുക്ക് കാണാനാവില്ല എന്നത് പരമായ യാഥാർത്ഥ്യമാണ്. സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേതാവായിരുന്നു. തൻ്റെ അനുയായികൾക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് സാധിച്ചു. അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിച്ചത് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. കാട്ടറബികളായിരുന്ന സമൂഹത്തെ വിജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും സഹാനുഭൂതിയുടെയും അതിലേക്ക് നയിച്ചത്. സമാധാനത്തിൻ്റെ സ്നേഹസന്ദേശങ്ങൾ ലോകത്തിന് കൈമാറിയ നല്ലൊരു നേതാവിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ കാണാവുന്നതും മാതൃകയുമാണ്. സ്നേഹിതരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നല്ല ഭർത്താവിന് ഉദാത്തമായ മാതൃകയുമാണ്. നോക്കുക, സ്വന്തം ഭാര്യ ആയിഷത്തുൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്ന വിശ്രുതനായ ഒരു ഭർത്താവിനെ നമുക്കിവിടെ കാണാം. ഭാര്യയോടൊപ്പം രസിക്കുകയും ചിരിക്കുകയും സല്ലപിക്കുകയും ചെയ്യണമെന്ന സന്ദേശമാണ് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിനൊക്കെ പഠിപ്പിച്ചത്. അതുപോലെ നല്ലൊരു പിതാവിനെ അവിടെ നിന്ന് ജീവിതത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കാര്യങ്ങൾ അന്വേഷിച്ചും ചെല്ലുന്ന ഉദാത്തമായ പിതാവിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. മക്കളുടെ പ്രയാസങ്ങൾക്ക് ആത്മീയ പരിഹാരം കാണുന്ന ബാപ്പയെ നിങ്ങൾക്ക് നബി ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. സ്നേഹിതന്മാരെ, നിങ്ങൾ നല്ലൊരു അധ്യാപകനെയാണ് തിരഞ്ഞെടുക്കണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് വരിക. ശിഷ്യന്മാർക്ക് അറിവ് പകർന്നു നൽകുകയും ആദരവും ബഹുമാനവും പഠിപ്പിച്ച് ഉന്നതിയിലെത്തിച്ച അധ്യാപകനെ നമുക്ക് കാണാൻ കഴിയും. സ്നേഹമുള്ളവരെ, നല്ലൊരു നേതാവിനെ, പിതാവിനെ, ഭർത്താവിനെ, അധ്യാപകനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും ശോഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനൊക്കെ മാതൃകയുമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സകല വിവിധ മേഖലകളിലും മാതൃകയാക്കൽ ജീവിതത്തിൽ പുഷ്പങ്ങൾ വിരിയിച്ച് മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞ് എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.